കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഹിന്ദി അറിയാം, തമിഴ് ഞാൻ എഴുതുകയും വായിക്കുകയും പറയുകയൊക്കെ ചെയ്യും. ഭയങ്കരമായ ആള്. അതെ, ഹിന്ദി അത്യാവശ്യം എവിടെങ്കിലുമൊക്കെ ചെന്ന് പറഞ്ഞാൽ ഒപ്പിക്കാനുള്ള ഒരു ജ്ഞാനം എനിക്കുണ്ട്. സത്യം സത്യം. പക്ഷെ നമുക്ക് ഒട്ടും അറിയാൻ വയ്യാത്ത ഭാഷ എവിടെ എങ്ങനെ. ഞാൻ ഖത്തറിലായിരുന്നു 10-12 വർഷം. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? താൻ വായിച്ചു പഠിക്കോ? അയ്യോ, ഞാൻ അവിടെ ചെന്ന് ആകെപ്പാടെ 3-4 വാക്കും പഠിച്ചുകൊണ്ട് അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാ, കഫാലക്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പോയി. അവിടെ നിന്ന് ഇപ്പൊ റെസ്റ്റോറന്റിലാണ്. സമ്പൂർണ്ണ ചാറ്റരുതാ ബന്ദർക്ക ബട്ട്. എനിക്ക് 6-7 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും, പിന്നെ പഠിക്കാൻ തുടങ്ങി റെസ്റ്റോറന്റിന് എന്താ അറബി പറയാ, പിന്നെന്താ കുഞ്ഞിങ്ങനെ ഓരോന്ന് പഠിപ്പിക്കുക. നമുക്ക് ഒരു തരത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് കയറുന്നില്ല. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അപ്പൊ പറയും, ചേച്ചി ഇവിടെ നിന്നില്ല, ചേച്ചി ഇതിന് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുന്നത്, ഇവിടെ നിന്നാ മതി, 1 കൊല്ലം കൊണ്ട് അറിയാം. അത് സത്യമാ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ നമ്മൾ അവരുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കും. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. കുറച്ച് വാക്കുകളൊക്കെ മനസ്സിലായില്ലേ? ഇപ്പൊ എല്ലാ ഫ്ലൈറ്റ് കയറുമ്പോൾ ശുക്രൻ ആദ്യമൊക്കെ ശുക്രനാണ്. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മനസ്സിലായി, അയ്യോ താങ്ക്സ് എന്നുള്ളതിനാണ്. അതാ ഞാൻ അത് കുറെ പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ പഠിക്കുക. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. താങ്ക് യു. മന്ദബുദ്ധിയല്ല, അത്രേ ഉള്ളൂ. അതേപോലെ ഇംഗ്ലീഷ് പറഞ്ഞു. അത് ഇപ്പം മലയാളത്തിൽ നല്ല 1-ാം തരമായിട്ട് സംസാരിക്കുന്ന ആളാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും. പിന്നെ സാഹചര്യം അനുസരിച്ച് അവർ ഭാഷ മാറ്റും. അതെല്ലാവരും അങ്ങനെയല്ലേ. അതിനൊന്നും ഇല്ലേ. ഇപ്പൊ മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും അവരോട് ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ ചോദിച്ചാൽ മലയാളത്തിൽ പറയും, അല്ലേ? അത് ശരി, അത് ശരിയാണല്ലേ. മലയാളം അറിയാൻ വയ്യാത്ത ഒരാൾ ഇംഗ്ലീഷ് അതെല്ലാം ചോദിച്ചോണ്ടേ ഞാൻ എൻ്റെ മാതൃഭാഷയിലേ സംസാരിക്കത്തുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? 2007-2008 കാലഘട്ടമുണ്ട് പൃഥ്വിരാജിന്റെ. ഇത്രയധികം, അതായത് ട്രോളൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിക്കപ്പെട്ട നടൻ തന്നെ പൃഥ്വിരാജ്. തീർച്ചയായിട്ടും. ഉദാഹരണല്ലേ പറയണേ. എത്രയോ, അതായത് അദ്ദേഹത്തെ സാധാരണ ഒരാളാണ് കാണുന്നതെങ്കിൽ തകർന്നു പോകേണ്ട ഒരു അവസ്ഥയാണ്. ഇന്റർവ്യൂ മൊത്തം എടുത്ത് മോക്ക് ചെയ്യുക, പേര് മാറ്റി വിളിക്കുക, എന്താ പറയാ, ഇദ്ദേഹം സംവിധാനം അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ രാജപ്പൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. പക്ഷെ അതൊക്കെ ഒന്ന് തിരുത്തി പറയാണ്. അന്ന് ശരിക്കും അങ്ങനെ തകർന്നു പോയ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു. ഇല്ല. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. ഞാനും തളർന്നില്ല, അവരും തളർന്നില്ല. ഞാൻ ഒരു ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.